വികസന കാര്യങ്ങൾക്കായി വ്യാജേന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാണ്. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരെ തന്നെ വോളണ്ടിയർമാരാക്കി വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ വീടുകളിൽ എത്തിക്കാനുള്ള ലഘുലേഖകൾ കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ പരിപാടി നടത്തിയാൽ ഞങ്ങൾ ഏതറ്റം വരെയും നിയമയുദ്ധം നടത്തി ആ പണം തിരിച്ചടപ്പിക്കും, ഖജനാവിലേക്ക് തിരിച്ചടപ്പിക്കും ആ പണം. കാരണം സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണ്ട. വികസനം ഈ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇനിയാണ് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പോകുന്നത്. ഇനി എന്താ അഭിപ്രായം ചോദിക്കാനും ജനങ്ങളോട്? 10 കൊല്ലം ജനങ്ങളോട് ചോദിക്കാത്ത അഭിപ്രായം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് തലേ മാസം വീടുകളിൽ കയറി ഇറങ്ങി ആ വ്യാജമാണ് യഥാർത്ഥത്തിൽ. ഇതുവരെയുള്ള സർക്കാരിൻ്റെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഘുലേഖകൾ വീടുകളിൽ എത്തിക്കാനാണ് ചെയ്യുന്നത്. പാർട്ടിക്കാരാണ്. CPM കൊടുത്തിരിക്കുന്ന കത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. CPM കൊടുത്തിരിക്കുന്ന കത്തുണ്ട് പാർട്ടി പ്രവർത്തകരെ ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് സർക്കാരിൽ നിന്ന് പണം കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പരിപാടി കേരളത്തിൽ നടക്കില്ല, അത് പിൻവലിക്കണം. രണ്ടാമത് CITU കത്ത് കൊടുത്തിരിക്കുകയാണ്. ലോക്കൽ ബോഡിയിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ മുഴുവൻ സ്ഥിരപ്പെടുത്തണമെന്ന്. CITU കൊടുത്ത കത്താണ് മന്ത്രി ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ആ പരിപാടി നടക്കില്ല. കാരണം കോടതി ഉത്തരവുകൾ അനുസരിച്ച് താൽക്കാലിക ജോലിക്കാരെ ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ പറ്റില്ല. ഒരുപാട് താൽക്കാലിക ജോലിക്കാർ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്. അവരെയൊക്കെ സ്ഥിരപ്പെടുത്തണം. പക്ഷേ ഇപ്പോൾ CITUവിൻ്റെ അപേക്ഷ പരിഗണിച്ചിട്ട് ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള മൂവ്, അതും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യമാണ്. പാർട്ടിക്കാരെ കോടികൾ കൊടുത്ത് സഹായിക്കാൻ, ഖജനാവിൽ നിന്ന് പണമെടുത്ത് സഹായിക്കും. ഇത്തരം പരിപാടികളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം. ഇനി ഞാൻ വിനയപൂർവ്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നേരിടും. സർക്കാരിൽ നിന്ന് പണം എടുത്താൽ ആ പണം ഞങ്ങൾ പാർട്ടിക്കാരെ കൊണ്ട് തിരിച്ചടപ്പിക്കും. എങ്കിൽ പോലും ഞാൻ എന്താ പറയേണ്ടത്? കോൺഗ്രസിലെ പലരും പരോക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കുന്നു എന്നാണ് മന്ത്രി P. രാജീവ് അല്പസമയം. അതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. അതിനൊന്നും മറുപടി പറയാനില്ല. ഞങ്ങൾ എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട്? ആദ്യം ഒരു പരാതി പോലും കിട്ടുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് KPCC പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടെന്നൊന്ന് അന്വേഷിക്കാൻ പറ്റും. അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ, പുറത്തല്ലേ. ഞങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അതൊക്കെ നിയമപരമായ ഏത് വഴികളിലൂടെ പോകുന്നതിനും നിയമത്തിന്റെ വഴിക്ക് പോകും. ഈ കാര്യത്തിലേക്ക് എൻ്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാമല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പയൊന്നും കുലുങ്ങിയില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ നിലപാട്. എന്തിനാ നിങ്ങൾ ചോദിക്കണം? എൻ്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യത്തിലുള്ള എൻ്റെ നിലപാട് പറയും. ഇപ്പം ഞാൻ എന്ത് വേറെ നോ കമൻസ്. ഞാൻ ഇനി ഒന്നും പറയാനില്ല. ചെയ്യാനാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അത് നേരത്തെ തന്നെ ചെയ്തു. എൻ്റെ പാർട്ടി ചെയ്തു, ഞാനല്ല. എൻ്റെ പാർട്ടി ചെയ്തു. ഞങ്ങൾ അപ്പം ആലോചിക്കും. വരട്ടെ, സാങ്കല്പിക ചോദ്യമല്ലേ. വരട്ടെ, വരുമ്പോൾ അപ്പം ആലോചിക്കാതെ ഞാനല്ലല്ലോ പറയേണ്ടത്. പാർട്ടിയല്ലേ തീരുമാനമെടുത്ത് പറയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല. എല്ലാം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം, ആലോചിച്ചെടുത്ത തീരുമാനം. ഞാൻ നോ കമന്റ്സ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു കമന്റും പറയാം. ഈ കൊച്ചി മേയർ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം ലത്തീൻ സഭയുടെ ഉറച്ച നിലപാട് കൊണ്ടാണ് എനിക്ക് മേയർ സ്ഥാനം കിട്ടിയതെന്ന്, അതൊരു ഉചിതമായി ഒന്നാമത്തെ അല്ല. അത് യഥാർത്ഥത്തിൽ ഈ ഞങ്ങളെല്ലാം ലീഡർഷിപ്പിലിരിക്കുന്നത് എന്നോടോ DCC പ്രസിഡന്റിനോടോ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരോടോ ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളെ മേയറാക്കാൻ പറഞ്ഞിട്ട്. ഒരു സഭയും ആവശ്യപ്പെട്ടിട്ടില്ല. ലത്തീൻ സഭ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവരുമായിട്ടൊക്കെ ആ സഭാ അധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് നല്ല വ്യക്തിപരമായ ബന്ധമുള്ളതാണ്. അവരൊരിക്കലും അസംബ്ലി സീറ്റിൽ പോലും അവർ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നോ സ്ഥാനാർത്ഥിയുടെ പേരോ പറയാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് എറണാകുളം, കോട്ടപ്പുറം,
കൊച്ചി രൂപതകളിലൊക്കെയുള്ള ലത്തീൻ സഭകളിൽ അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. മാത്രമല്ല അവർ ഈ സമുദായ അംഗമല്ലല്ലോ, പിന്നെ എന്താ ഈ വിവാദം? അവർ ആ സമുദായത്തിലെ അംഗമല്ല, പിന്നെ എന്തിനാണ് വിവാദം? അത് നമ്മൾ ചെന്നിട്ടിപ്പോൾ ഞാൻ ലത്തീൻ സഭയുടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയിൽ പൂർണ്ണമായ സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഇലക്ഷൻ ജയിച്ചിട്ട് ചെല്ലുമ്പോൾ പറയണം, അത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടാണെന്നല്ലേ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ നൽകിയ ഇതിന് പൂർണ്ണമായ സന്തോഷമുണ്ടെന്ന് എല്ലാ സമുദായങ്ങളിലും പോവും. അവർ പറഞ്ഞപ്പോൾ അത് വൈകാരികമായി പറഞ്ഞതാണ്. ആ സഭയുടെ ഭാഗത്ത് നിന്നും ഞങ്ങളോടല്ലേ പറയേണ്ടത്. ഒന്നുകിൽ എന്നോട് പറയണം, അല്ലെങ്കിൽ DCC പ്രസിഡന്റിനോട് പറയണം, അല്ലെങ്കിൽ ജില്ലയിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോട് പറയണം. അവരെ വലിച്ചടക്കരുത്, കാരണം അവരെ ഇതിനകത്തേക്ക് വലിച്ചടക്കരുത്. കാരണം അവരാരും ഒരിക്കലും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്നതല്ലേ, 25 വർഷമായിട്ട് MLA ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ലേ. അവരൊന്നും ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. എനിക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് ലത്തീൻ സമുദായ അംഗമാണ്. അപ്പോഴും അവർ ആളെ ജയിപ്പിക്കാനും ഇടപെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അവരൊന്നിനും ഇടപെടില്ല. അവരങ്ങനെ അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും അവരൊക്കെ ഈ തീരപ്രദേശത്തെ വിഷയങ്ങൾ, ഇപ്പം മുനമ്പത്തെ വിഷയങ്ങൾ, പള്ളുരുത്തിലെ അല്ലാതെയൊന്നും അവരൊന്നും ഇല്ല. അവരൊന്നും അങ്ങനെ വന്ന് സംസാരിക്കില്ലെന്ന്. അങ്ങനെയൊന്നും അവർ വന്ന് സംസാരിക്കുന്നവരല്ല. അവർ സംസാരിക്കുന്ന ആളുകളല്ല. അങ്ങനെ മാത്രമല്ല, അങ്ങനെ സമുദായങ്ങളല്ലല്ലോ പറയുന്നത്. ഭരണം എങ്ങോട്ട് കൊണ്ടുപോകുന്ന എനിക്കറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും കൊച്ചിയുടെ ഭരണം എങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ സൂചന. കൊച്ചിയുടെ ഭരണം ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളൂ? വേണമെങ്കിൽ ഒരു വിവാദം കൂടെ ഉണ്ടാക്കി, വേറൊന്നുമില്ലെങ്കിൽ ഇത് എടുക്കാം. ഇപ്പൊ ഇന്ന് വേറെയൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അതങ്ങ് പോയി. അല്ലെങ്കിൽ ഇന്നിപ്പോ വേറെ വാർത്തയൊന്നും വന്നില്ലെങ്കിൽ ഇന്നങ്ങ് ചെയ്യാം. ഈ ദീപ്തി മേരി വർഗീസ് ഓൾറെഡി ഒരു പരാതി കൊടുത്തിരുന്നു KPCC-ക്ക്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇവരെന്നെ പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാർ സംസാരിച്ചത്. അപ്പോൾ ഒരു കൃത്യമായ മാർഗം എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കില്ല. അവിടെ KPCC-ക്ക് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ഞാൻ നേരത്തെ പറഞ്ഞത് കൃത്യമായി പാലിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും. അല്ലാത്ത സ്ഥലത്തെ പറ്റി കംപ്ലയിൻറ്റ് എന്ന് കഴിഞ്ഞാൽ ചെയ്യാം. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പാടില്ല. KPCC-യുടെ പ്രൊസീജിയർ എല്ലാവരോടും വിളിച്ചൊറ്റയ്ക്ക് ചോദിച്ച് അവരുടെ ഇതാണ്. അതിൽ ഓരോരുത്തർക്ക് എത്രയാണ് കിട്ടിയെന്ന് പറയാൻ പാടില്ലാത്ത ഒരാളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ പ്രൊസീജിയർ അനുസരിച്ച് മുതിർന്ന നേതാക്കൾ ഇരുന്ന് ഓരോ കൗൺസിലർമാരോട് അഭിപ്രായം ചോദിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഒരു പ്രൊസീജിയർ വയലേഷനും അവിടെ